my dear plus 2 students. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ ആവുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. യെസ്, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി, നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ലാസ്റ്റ് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, വളരെ മാർക്ക് കുറഞ്ഞിട്ടുള്ള 4 മാർക്ക് മാത്രം വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ. കാരണം എന്താ, 4 മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? കൺസ്യൂമറിനുള്ള പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ആരാണ് കൺസ്യൂമർ? ഹൂ ഈസ് കൺസ്യൂമർ? നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ് അല്ലേ? സാധനങ്ങൾ വാങ്ങി സാധനങ്ങൾ നമ്മൾ കൺസപ്ഷൻ നടത്തുന്ന ആൾക്കാരാണ് ദ പേഴ്സൺ. കൺസ്യൂമേഴ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു പർച്ചേസ്, യൂസ് ഓർ കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതും എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ? പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും അവരാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന ആൾക്കാരാണ് കൺസ്യൂം ചെയ്യുന്നവർ. അപ്പോൾ ഈ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷനെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഫേഴ്സ് ടു ദി policies, laws and practices designed to ensure that rights of consumers are protected against unfair, deceptive or harmful business practice. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മളെ പറ്റിക്കപ്പെടാൻ അല്ലേ, ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ്, ഒരുപാട് ഡിസെപ്റ്റീവ്, വഞ്ചനാപരമായിട്ടുള്ള ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസസ് ഒക്കെ ചുറ്റിലും നടക്കുന്നുണ്ട്. അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാനുള്ള പോളിസീസ്, ലോസ് ആൻഡ് പ്രാക്ടീസസിനെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. It aims to safeguard the consumer from exploitation, ensure their safety and promote fairness in the marketplace. അല്ല, എക്സ്പ്ലോയിറ്റേഷൻസ് നിന്നൊക്കെ രക്ഷപ്പെടുത്തി നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫെയർനെസ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉള്ളത്. ദിസ് പ്രൊട്ടക്ഷൻ ഈസ് എസെൻഷ്യൽ ബിക്കോസ് കൺസ്യൂമേഴ്സ് ആർ vulnerable to various risks when buying goods and services such as false advertising, defective products and price manipulation and unsafe products. നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന എക്സ്പ്ലോയിറ്റേഷൻസ് ഒരുപാടാണ് അല്ലേ? ഫാൾസ് അഡ്വർടൈസിങ്, ഇതാപ്പം ഗ്ലോ ആൻഡ് ലവ്ലിൻ്റെ അത് ഫസ്റ്റ് പേരിൽ ഫെയർ ആൻഡ് ലവ്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കിക്കേ, കറുത്ത ആള് വെളുക്കുന്നു എന്നുള്ള ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? എന്താണ് ഈ കറുപ്പും വെളുപ്പും തമ്മിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഡിഫറൻഷിയേറ്റ് ചെയ്യരുത്. റേസിസം ആണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ അത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫാൾസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മുടെ മമ്മൂക്കയൊക്കെ ഇന്ദുലേഖ സോപ്പിന് കൊടുത്തിട്ടുള്ള പരസ്യത്തിൽ ഇങ്ങനെ കോമ്പൻസേഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ, ഈ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെളുക്കും എന്ന് പറഞ്ഞിട്ട് വെളുക്കാതെ ഉള്ള ഒരാൾ ഇതിനെതിരെ കേസ് കൊടുത്തു, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. മാഗിയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നമ്മൾ മീഷോന്നൊക്കെ ഒരുപാട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കേസിന് പോവാം. അതുപോലെ തന്നെ പ്രൈസ് മാനിപ്പുലേഷൻ, വളരെ തുച്ഛമായിട്ട് കിട്ടുന്ന സാധനത്തിന് വരെ നല്ല ഹൈ റേറ്റിൽ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെതിരെ നമുക്ക് കേസിന് പോവാം. അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ചില ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി വീട്ടിലെത്തി നമ്മൾ അത് തുറന്നു നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അതിനെതിരെയൊക്കെയുള്ള പ്രൊട്ടക്ഷനാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090, the government of India has conferred a legal protection to safeguard interest of a consumer. കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090 നിലവിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? സോ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് നമുക്ക് നേരിടാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ, എന്തൊക്കെ എക്സ്പ്ലോയിറ്റേഷൻസ് ആണ് നമുക്ക് നേരിടേണ്ടി വരിക? ഫസ്റ്റ് വൺ, സെയിൽ ഓഫ് അഡൾട്ടറേറ്റഡ് ഗുഡ്സ് സച്ച് ആസ് ആഡിങ് ഇൻഫീരിയർ സബ്സ്റ്റൻസ് ടു ദി പ്രൊഡക്റ്റ് ബീങ് സോൾഡ്. അതായത് ചില പ്രൊഡക്ട്സുകൾക്കൊക്കെ ഇൻഫീരിയർ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ഹെൽത്തിന് വളരെ ദോഷകരമായിട്ടുള്ള ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ചേർക്കാറുണ്ട് അല്ലേ? അങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് ബാധിക്കും, നമ്മുടെ ലൈഫ് ബാധിക്കും എന്നുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഇപ്പോൾ ചില പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കെമിക്കൽ, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുമ്പോൾ അത് കേട് വരാതിരിക്കാനുള്ള കെമിക്കൽസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ചില പ്രൊഡക്ട്സിന് കളേഴ്സ് ആഡ് ചെയ്യും. കളേഴ്സ്
കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ വെള്ളം ചേർക്കുന്നത് വരെ അതൊരു അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് കാണാൻ പറ്റും, ഒരു പ്രാക്ടീസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? സെയിൽ ഓഫ് കൗണ്ടർഫീറ്റ് ഗുഡ്സ് സച്ച് ആസ് സെല്ലിംഗ് എ പ്രൊഡക്റ്റ് ഓഫ് ലെസ്സർ വാല്യൂ ദാൻ ദി റിയൽ പ്രൊഡക്റ്റ്. അബിബാസും അഡിഡാസും പോലെ അല്ലെ, അഡിഡാസിന്റെ എന്താണ് ഒരു ഫേക്ക് പ്രൊഡക്റ്റ് ആണ് അബിബാസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നമ്മളിപ്പം അഡിഡാസിന്റെ പൈസ കൊടുത്തൊരു ഷൂ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അബിബാസ് ആണെന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസിന് പോകാൻ പിള്ളേച്ച അല്ലേ. സെയിൽ ഓഫ് കൗണ്ടർഫീറ്റ് പ്രൊഡക്ട്സ്, അതായത് ഇമിറ്റേറ്റഡ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ സെയിൽ ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഗുഡ്സ് സച്ച് ആസ് ദ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ദാറ്റ് ഡു നോട്ട് മീറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ചില പ്രൊഡക്ട്സിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്, എന്താണ് യൂസസ് ആണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് വിറ്റിട്ട് ആ പ്രൊഡക്റ്റിന് അത്രത്തോളം ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാം. അതിനെതിരെ ആ ഒരു പ്രാക്ടീസിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ആൻഡ് സെയിൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റഡ് പ്രൊഡക്റ്റ്, നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് അല്ലേ. നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് തോന്നും, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് തോന്നും, പക്ഷേ അത് കോപ്പീസ് ആയിരിക്കും, ഇമിറ്റേഷൻസ് ആയിരിക്കും. അതാണ് അങ്ങനെയുള്ള പ്രാക്ടീസസിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് യൂസ് ഓഫ് മാൽ ഫങ്ഷനിങ് വെയ്റ്റ്സ് ആൻഡ് മെഷർ ദാറ്റ് ലീഡ് ടു അണ്ടർ വെയ്റ്റ് ഓഫ് പ്രൊഡക്ട്സ്. നമ്മൾ 500 ഗ്രാമിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അത് 100 ഗ്രാമേ ഉള്ളൂ. അത് നമ്മൾ ആ പൈസ കൊടുത്ത് 500 ഗ്രാമിനുള്ള പൈസ കൊടുത്തിട്ടാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. സോ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വെയ്റ്റിൽ മായം അല്ലെങ്കിൽ ഒരു നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് നമുക്ക് കാണുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, നമുക്ക് കേസിന് പോവാം. നെക്സ്റ്റ് വൺ എന്താണ്? ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ദാറ്റ് ഇവൻച്വലി ലീഡ്സ് ടു സ്കാസിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ആസ് വെൽ ആസ് റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് ദി സെയിം. ബ്ലാക്ക് മാർക്കറ്റിംഗും ഹോർഡിങ്ങും നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്ന 2 ഇല്ലീഗൽ പ്രാക്ടീസസ് ആണ്. ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് അതിലും പൈസ കൂട്ടി പുറത്ത് വിൽക്കുക, അതിനാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത്. ഹോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സ് ബൾക്കായിട്ട് വാങ്ങി വെച്ച് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് എന്താണ് സ്കാസിറ്റി ക്രിയേറ്റ് ചെയ്ത് ആ പ്രൊഡക്റ്റുകൾ മറ്റ് പൈസയ്ക്ക് അല്ലെങ്കിൽ ഹയർ പ്രൈസിന് വിൽക്കുന്നതിനെ നമുക്ക് ഹോർഡിംഗ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ പ്രാക്ടീസസ് നടക്കുകയാണെങ്കിൽ അതിനെതിരെയും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. നെക്സ്റ്റ് വൺ എന്താണ്? ഓവർ ചാർജിങ് എ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് ചാർജിങ് എ പ്രൊഡക്റ്റ് എബവ് ഇറ്റ്സ് മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ MRP നോക്കിക്കഴിഞ്ഞാൽ ആ MRPയുടെ കൂടുതൽ ഒരു സെല്ലറിനും ആ പൈസ ഈടാക്കാൻ പറ്റില്ല. അങ്ങനെ ഈടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? സപ്ലൈയിങ് ഓഫ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ്. ചില പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ വാങ്ങി വീട്ടിലെത്തുന്ന സമയത്താണ് അത് ഡിഫക്റ്റീവ് ആണെന്ന് കാണുന്നത് അല്ലേ. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എക്സ്പെക്റ്റഡ് ക്വാളിറ്റി സേഫ്റ്റി ഒന്നും മീറ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റുകൾക്കെതിരെയും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, കേസ് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്താണ്? അഡ്വർടൈസ്മെന്റ് ദാറ്റ് ആർ മിസ്ലീഡിങ്. ചില അഡ്വർടൈസ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സോപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ വെളുക്കും അല്ലേ. അത് കേട്ട് വാങ്ങിക്കഴിഞ്ഞ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഇൻഫീരിയർ സർവീസ്. പ്രൊഡക്ട്സിൽ മാത്രമല്ല സർവീസസിലും എന്താണോ സർവീസസിൻ്റെ ക്വാളിറ്റി പറയുന്നത് അല്ലെങ്കിൽ എന്താണ് സർവീസിൽ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത് അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു മാൽ പ്രാക്ടീസിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, കേസ് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസ് എന്താണെന്നുള്ളത് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. പിന്നീട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടിരിക്കണം. ഓക്കെ. യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 2 പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഫ്രം കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ. കൺസ്യൂമേഴ്സിന് എന്തുകൊണ്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? കൺസ്യൂമർ ഇഗ്നോറൻസ്. നമുക്ക് നമ്മുടെ പല റൈറ്റ്സിനെ പറ്റി, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എതിരെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിനെതിരെ നമ്മളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സിന് റൈറ്റ്സ് ഇല്ല എങ്കിൽ കൺസ്യൂമേഴ്സിനെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവിടെ എന്തുണ്ടാവും? സെല്ലേഴ്സും മാനുഫാക്ചേഴ്സും ഉണ്ടായിരിക്കും. സോ അതൊക്കെ കൺസ്യൂമേഴ്സിന്റെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കുക. അപ്പോൾ അവർ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെ കൺസ്യൂമേഴ്സിന് റൈറ്റ്സ് ഉണ്ട് എന്ന് അവർ അറിയുമ്പോൾ അവർ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് വൺ എന്താണ്? വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഭയങ്കര വാസ്റ്റ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ മോശമായിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, നമ്മൾ
നമ്മളെ വീഴ്ത്താനുള്ള, എക്സ്പ്ലോയിറ്റേഷനിലേക്ക് വീഴ്ത്താനുള്ള ഒരുപാട് പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രാക്ടീസസ് ഒക്കെ ഒഴിവാക്കി കൺസ്യൂമേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. കൺസ്യൂമേഴ്സിന് ഇമ്പോർട്ടൻസ് വേണം, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉണ്ടായാൽ മാത്രമേ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം എങ്ങനെയാണ് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്തുകൊണ്ടായിരിക്കും പറയുന്നത് എന്ന് നോക്കാം അല്ലേ. ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്സിന് ഒരു മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? കൺസ്യൂമേഴ്സിൻ്റെ നല്ല റിവ്യൂ ആവശ്യമാണ്. അപ്പം നല്ല റിവ്യൂ കൺസ്യൂമേഴ്സ് കൊടുക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്തേ മതിയാവും അല്ലേ. ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റി. ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ. അതൊക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ നല്ല റിവ്യൂ കിട്ടുള്ളൂ. ബിസിനസ് ഓർഗനൈസേഷന് കുറേ കാലം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല മോശമായിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ആളുകൾ റിവ്യൂ ചെയ്യും. ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് വാങ്ങുന്നതെങ്കിൽ അവിടെയും നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നല്ല റിവ്യൂ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുള്ളൂ. സെക്കൻഡ് വൺ ആണ് ബിസിനസ് യൂസസ് സൊസൈറ്റീസ് റിസോഴ്സസ്. ബിസിനസ് യൂസ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ റിസോഴ്സസ് ആണ്. നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റിസോഴ്സസ് വെച്ച് നല്ല ഗുഡ്സ് ആൻഡ് സർവീസസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നത്. ആൻഡ് തേർഡ് വൺ എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഏതൊരു ബിസിനസ്സിൻ്റെയും അൾട്ടിമേറ്റ് എയിം പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞാലും സോഷ്യലി ഒരുപാട് റെസ്പോൺസിബിൾ ആണ് നമ്മുടെ ബിസിനസ്. സൊസൈറ്റിക്ക് നല്ല രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ബിസിനസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനൊക്കെ ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെങ്കിലും നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വളരെ അത്യാവശ്യമാണ്. ആൻഡ് മോറൽ ജസ്റ്റിഫിക്കേഷൻ. ഈ പോയിന്റ്സ് ഒക്കെ ഒരു കണക്റ്റഡ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. മോറൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മോറൽ ജസ്റ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ അവരെന്താണ്, കുറച്ച് എത്തിക്സ് വേണം. അവർക്ക് എന്താണ് ബിസിനസ് കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു മൈൻഡ് അവർക്ക് വേണം. ഇതൊക്കെ ഒരു മോറൽ ജസ്റ്റിഫിക്കേഷൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റും. അൺസ്ക്രൂപ്ലെസ് ആയിട്ടുള്ള, എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള, അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എപ്പോഴാണ് വരിക? ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ എപ്പോഴാണ് വരിക? നല്ല രീതിയിലല്ല ബിസിനസ് പ്രാക്ടീസ് എന്ന് വരുന്ന സമയത്ത് പോലീസുകാർ ഇടപെടും, അവിടെ കേസാവും. അത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇമേജിനെ തകർക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. ആ ബിസിനസ് പോലീസുകാർ വന്ന് സീസ് ചെയ്തതാണ്, അല്ലെങ്കിൽ പോലീസുകാർ വന്ന് പൂട്ടിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പോലീസുകാർ ഇടപെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു മോശമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും. സോ ഇമേജ്, ബിസിനസ് ഓർഗനൈസേഷൻ നിലനിന്ന് പോകണമെങ്കിൽ നല്ല ഇമേജ് ആവശ്യമാണ്. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാനുള്ളത് നീഡ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും നിങ്ങൾ നോക്കി വെക്കുക എന്തൊക്കെ കൊണ്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നത്. ഫിസിക്കൽ സേഫ്റ്റി ഓഫ് കൺസ്യൂമേഴ്സിന്റെ ഫിസിക്കൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമേഴ്സിന്റെ ഹെൽത്തിന്, അതുപോലെ തന്നെ ലൈഫിന്, അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്കൊന്നും ഒരു രീതിയിലുള്ള ഹസാർഡ്സും ഉണ്ടാവാൻ ഈ ഒരു ഏതാണോ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതാണോ സർവീസ് കൊടുക്കുന്നത്, ആ ബിസിനസ് ഓർഗനൈസേഷൻ ശ്രദ്ധിക്കണം, ഒരു രീതിയിലുള്ള സേഫ്റ്റി കുറവും ഉണ്ടാവരുത്. ആക്സസ് ടു ഇൻഫർമേഷൻ. കൺസ്യൂമേഴ്സിന് നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, നമ്മുടെ മാർക്കറ്റിനെ പറ്റി, നമ്മുടെ ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാനുള്ള, ഇൻഫർമേഷൻസ് അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അറ്റ് ഫെയർ പ്രൈസ്. അതുപോലെ തന്നെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റിഷിപ്പ്, സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ബിസിനസ്. ഇതുകൊണ്ടൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നത്. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇപ്പം 2090 ആണ്. ഓക്കെ, പേര് മാറി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്?
to protect and promote the consumers' interest through speedy and inexpensive redressal of grievances. നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. നമുക്ക് ഒരു യാതൊരു വിധത്തിലുള്ള ചെലവുകളും ഇല്ല. ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു റീഡ്രസൽ അവിടെ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവിടെ കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഏതൊക്കെയാണ് എന്നതാണ്. പ്രധാനപ്പെട്ട 6 റൈറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? റൈറ്റ് ടു സേഫ്റ്റി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഫിസിക്കൽ സേഫ്റ്റി ആവശ്യമാണ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഭയങ്കര സേഫ് ആയിരിക്കണം. നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഹെൽത്ത് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, ഇതിനെതിരെ ഒരു രീതിയിലുള്ള ഹസാർഡ്സും ഉണ്ടാവാനായിട്ട് പറ്റില്ല. സോ നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിനെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് പ്രൊഡക്ട്സിനൊക്കെ എന്തുണ്ടോ, ISI മാർക്ക് ഉണ്ടോ എന്ന് നോക്കണം. ISI മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? BIS സർട്ടിഫിക്കേഷൻ ഈസ് എ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മാർക്ക് ഫോർ പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദി പ്രൊഡക്റ്റ് മീറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എല്ലാം മീറ്റ് ചെയ്ത പ്രൊഡക്ട്സിന് മാത്രമേ ISI മാർക്ക് BIS പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നോക്കി വാങ്ങുക. സോ എന്നാൽ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. സേഫ്റ്റി കൊടുക്കുക. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്യുമ്പോൾ നല്ല സേഫ് ആയിരിക്കണം എന്നതാണ് റൈറ്റ് ടു സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയിംസ് ടു എൻഷുർ ദാറ്റ് കൺസ്യൂമർ ഡു നോട്ട് ഫേസ് അൺനെസറി റിസ്ക് വെൻ പർച്ചേസിംഗ് ഓർ യൂസിംഗ് പ്രൊഡക്ട്സ് ദെയർബൈ കോൺട്രിബ്യൂട്ടിംഗ് ടു ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഓക്കെ, റൈറ്റ് ടു സേഫ്റ്റി നമുക്ക് ആ ഒരു ടേം എക്സ്പാൻഡ് ചെയ്താൽ തന്നെ എഴുതാൻ പറ്റും അല്ലെ. സേഫ് ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? റൈറ്റ് ടു ബി ഇൻഫോംഡ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നോക്കി കഴിയുമ്പോൾ അതിൽ എന്താണ് മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഫോർ യൂസ്, ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് എന്ന് വേണ്ട ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ റൈറ്റ് ആണ്. എല്ലാ ഇൻഫോർമേഷൻ അറിയാനുള്ള റൈറ്റ് ആണ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഹാവ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് he intended to buy, including its ingredients, date of manufacture, price, quantity, direction for use, etc. ഇതെന്താണ്? നമ്മുടെ ഒരു ലീഗൽ റൈറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിനെ പറ്റി എല്ലാം നമ്മുടെ കൺസ്യൂമേഴ്സിനെ അറിയിക്കുക എന്നുള്ള ഒരു എൻഷുറിംഗ് ആണ് റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറയുന്നത്. എവറി കൺസ്യൂമേഴ്സ് ഹാവ് ആക്സസ് ടു അക്യുറേറ്റ്, ക്ലിയർ ആൻഡ് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ദേ പർച്ചേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? റൈറ്റ് ടു ബി അഷ്വേർഡ്. റൈറ്റ് ടു ബി അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പ് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാതെ പോരാ. നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഇന്ന പ്രൊഡക്റ്റിന് വാങ്ങണം എന്ന് ഒരു മാനുഫാക്ചേഴ്സിനും ഒരു സെല്ലറിനും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നമുക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ആണ് റൈറ്റ് ടു ബി അഷ്വേർഡ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ഹാസ് ദ ഫ്രീഡം ടു ആക്സസ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസസ്. നമ്മുടെ സൈസ് എന്താണ്, നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണ്, ബ്രാൻഡ് എന്താണ്, അതിനനുസരിച്ച് നമുക്ക് ചോയ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അതാണ് റൈറ്റ് ടു ബി അഷ്വേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? റൈറ്റ് ടു ബി ഹേർഡ്. നമ്മളെ കേൾക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു എന്താണ് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ്, ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഒരു അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ആ ഒരു റൈറ്റ് നമുക്കുണ്ട്. കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഫയൽ എ കംപ്ലൈൻറ്റ് ആൻഡ് ടു ബി ഹേർഡ് ഇൻ കേസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് എ ഗുഡ്സ് ഓർ സർവീസസ്. ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ കംപ്ലൈൻറ്റ് കൊടുക്കാനും നമ്മളെ കേൾക്കാനും ആളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? റൈറ്റ് ടു സീക്ക് റീഡ്രസൽ. കംപ്ലൈൻറ്റ് കൊടുക്കാൻ മാത്രമല്ല, കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്പീഡി അതിനുള്ള സൊല്യൂഷൻ കിട്ടാനുള്ള റൈറ്റ് കൂടി നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ എന്താണ്? റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്, കൺസ്യൂമേഴ്സിന് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു അക്വയർ നോളജ് ആൻഡ് ടു ബി വെൽ ഇൻഫോംഡ് കൺസ്യൂമർ ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ഒരു കൺസ്യൂമർ എപ്പോഴൊക്കെയാണോ കൺസ്യൂമർ ആയിരിക്കുന്നത് അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള റൈറ്റ് ഉണ്ട്. ഹി ഷുഡ് ബി അവെയർ അബൌട്ട് ഹിസ് റൈറ്റ്സ് ആൻഡ് റിലീഫ്സ് അവൈലബിൾ ടു ഹിം ഇൻ കേസ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫാൾ ഷോർട്ട് ഓഫ് ഹിസ് എക്സ്പെക്ടേഷൻ. അതായത് റൈറ്റ് മാത്രമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയി അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുമ്പോൾ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ
എന്തൊക്കെയാണ് റിലീഫ് കിട്ടുന്നത് എന്നറിയാനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്. അതാണ് റൈറ്റ് ടു ബി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് വരെ ചോദിക്കാം. ഓക്കെ, ഓരോ എന്താണ് റൈറ്റ് എടുത്ത് ഇത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ 6 റൈറ്റ്സും ചോദിക്കാം. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. കൺസ്യൂമേഴ്സിന് റൈറ്റ്സ് മാത്രമല്ല, കൺസ്യൂമേഴ്സിന് എന്തുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബി അവെയർ അബൌട്ട് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് സോ ദാറ്റ് എൻ ഇൻ്റലിജൻറ്റ് ആൻഡ് വൈസ് ചോയ്സ് ക്യാൻ ബി മെയ്ഡ്. നമുക്ക് ചുറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റി അവെയർ ആയിരിക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ചോയ്സിനനുസരിച്ച് നമ്മുടെ ബ്രാൻഡ് ഏതാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസ്, കളർ, ബഡ്ജറ്റ് എത്രയാണ്, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനെ പറ്റി അവെയർ ആയിരിക്കുമ്പോഴാണ്. ആൻഡ് ബട്ട് ഓൺലി സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് as they provide quality assurance. Look for ISI mark on electrical goods, അതുപോലെ തന്നെ FBO mark on food products, hall mark on jewelry. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സിന് ISI മാർക്കുണ്ടോ, അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സിന് FBO മാർക്കുണ്ടോ, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് അഗ് മാർക്കുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ BSI ഹോൾ മാർക്കുണ്ടോ, എക്കോ മാർക്കുണ്ടോ എന്നതൊക്കെ നമ്മൾ നോക്കുന്നത് എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങുന്നതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. യെസ്, നെക്സ്റ്റ് വൺ, ലേൺ അബൌട്ട് ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഫോളോ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് യൂസ് ദി പ്രൊഡക്റ്റ് സേഫ്ലി. അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കത് വായിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. മാനുഫാക്ചേഴ്സ് തരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്തിട്ട് വേണം ഏതൊരു പ്രൊഡക്റ്റും ഏതൊരു സർവീസും നമ്മൾ എടുക്കാനായിട്ട്. സോ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ആവശ്യമാണ്. Okay, next one, read labels carefully so that to have information about price, net weight and manufacturing and expiry date. ലേബൽ വായിച്ചോക്കുക. ഒരു പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുക. എന്ത് നോക്കിയില്ലെങ്കിലും എക്സ്പയറി ഡേറ്റ് എന്തായാലും നോക്കുക. ഓക്കെ, അതാണ് നമുക്ക് നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അസേർട്ട് യുവർ സെൽഫ് ടു എൻഷുർ ദാറ്റ് യു ഗെറ്റ് എ ഫെയർ ഡീൽ. അതായത് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഉറപ്പ് വരുത്തുക ഇത് ഫെയർ ആയിട്ടുള്ള ഡീലാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ നമ്മുടെ ഡീലിങ്സിൽ ഉറപ്പ് വരുത്തുക എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് തന്നെ ചെയ്യുക. നമ്മൾ ഒരു രീതിയിലുള്ള ഇല്ലീഗൽ പ്രാക്ടീസും ചെയ്യാതിരിക്കുക. ബി ഹോണസ്റ്റ് ഇൻ യുവർ ഡീലിങ്സ്, അല്ലേ, ഡീലിങ്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹോണസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആസ്ക് ഫോർ ക്യാഷ് മെമ്മോ ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് വളരെ അവെയർ ആയിരിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന് പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ബില്ല് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണം നമുക്കുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫയൽ എ കംപ്ലൈൻറ്റ് ഇൻ എൻ അപ്രോപ്രിയേറ്റ് കൺസ്യൂമർ ഫോറം ഇൻ കേസ് ഓഫ് ഷോർട്ട് കമ്മിങ് ഇൻ ദി ക്വാളിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓർ സർവീസ് അവൈൽഡ്. നമുക്ക് എന്തെങ്കിലും ഗുഡ്സ് എടുത്തു അല്ലെങ്കിൽ ഒരു സർവീസ് എടുത്തു, അതിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, കേസ് ഫയൽ ചെയ്യുക. ഓക്കെ, ചെറിയ എമൗണ്ട് അല്ലേ, വിട്ട് കളയാം എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ എക്സ്പ്ലോയിറ്റേഷൻസ് കൂടുന്നത്. അതുപോലെ തന്നെ ഫോം കൺസ്യൂമർ സൊസൈറ്റി വിച്ച് വുഡ് പ്ലേ എൻ ആക്റ്റീവ് പാർട്ട് ഇൻ എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് സേഫ് ഗാർഡിംഗ് ദെയർ ഇൻട്രസ്റ്റ്. ഒരുപാട് കൺസ്യൂമർ സൊസൈറ്റീസ് ആണുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കൺസ്യൂമർ സൊസൈറ്റീസ് ഇപ്പോൾ നിലവിലുണ്ട്. ആൻഡ് ഓൾസോ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട കാര്യമാണ് റെസ്പെക്ട് ദി എൻവയൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുക, വേസ്റ്റുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നമ്മൾ പൊല്യൂഷൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുക, പൊല്യൂഷൻസ് മാക്സിമം കുറയ്ക്കുക. ഇതൊക്കെയാണ് ഒരു കൺസ്യൂമറുടെ റെസ്പോൺസിബിലിറ്റി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കൺസ്യൂമർ എന്ന് ഉള്ളത്. ഇനി വേസ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. എന്തൊക്കെ വഴികളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാനുള്ളത് എന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ 4 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് വേസ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം, അല്ലേ. ഫസ്റ്റ് വൺ, സെൽഫ് റെഗുലേഷൻ ബൈ ബിസിനസ് ആണ്. അതായത് ചില ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒട്ടുമിക്ക ബിസിനസ് ഓർഗനൈസേഷനും അറിയാം ഈ ഒരു നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്, അല്ലേ. കൺസ്യൂമേഴ്സ് റിവ്യൂ കൊടുക്കും, അപ്പോൾ റിവ്യൂവിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള യാത്ര. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ
ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്കിപ്പം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ മീഷോൻ്റെ ഒക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അല്ല, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, അവരുടെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സെൽസ് ഉണ്ട്, നമുക്ക് വിളിക്കാനായിട്ട് കൺസ്യൂമർ സർവീസ് സെൽസ് ഒക്കെ ഉണ്ട്, നമുക്ക് വിളിക്കാനായിട്ടൊക്കെ പറ്റും. അതൊക്കെ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന രീതിയിൽ ബിസിനസ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് ബിസിനസ് അസോസിയേഷൻസ് ആണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഒക്കെ ഇത്തരത്തിലുള്ള ബിസിനസ് അസോസിയേഷൻസിന് എക്സാമ്പിൾ ആണ്. ബിസിനസ് അസോസിയേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട്. തേർഡ് വൺ കൺസ്യൂമർ അവെയർനെസ് ആണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ജാഗോ ഗ്രഹക് ജാഗോ, ഉണരൂ ഉപഭോക്താവെ ഉണരൂ, അല്ലെ, വേക്കപ്പ് കസ്റ്റമേഴ്സ് വേക്കപ്പ് എന്നുള്ള പ്രോഗ്രാം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടുത്ത എന്താണ്, കൺസ്യൂമർ ഓർഗനൈസേഷൻ ആണ്. ഒരുപാട് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആണ് കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനും എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ തടയാനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റിന്റെ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും എക്സ്പ്ലോയിറ്റേഷൻ, അൺസ്ക്രൂപ്പുലസ് ആയിട്ടുള്ള എല്ലാ ട്രേഡ് പ്രാക്ടീസസ് കുറയ്ക്കാനും വേണ്ടിയിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് എന്തെങ്കിലും ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രേഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടി വന്നാൽ നമുക്ക് ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാനായിട്ട് പറ്റും, അല്ലേ. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ 3 ടയർ മിഷനറി. ഇനി നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ്. റീഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, 3 ടയർ മെഷീനറി, 3 ടയർ എൻഫോഴ്സ്മെന്റ് മെഷീനറി. ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. ഇതെന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്, ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ ആൻഡ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ. ഇത് മൂന്നുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിസ്ട്രിക്ട് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവിടെ 1 കോടി രൂപയിൽ കുറയാത്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കൺസിഡറേഷൻ 1 കോടി രൂപയിൽ കുറയാത്ത എല്ലാ കേസുകളും ഡിസ്ട്രിക്ട് കമ്മീഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടു അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മുടെ കൺസിഡറേഷൻ, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൽ പേ ചെയ്തിട്ടുള്ള കൺസിഡറേഷൻ ഒരു കോടിക്ക് താഴെ വരുന്ന എല്ലാ കേസുകളും നമുക്ക് ഡിസ്ട്രിക്ട് കമ്മീഷനിൽ കൊടുക്കാൻ പറ്റും, പരാതിയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നടക്കുന്ന സെറ്റിൽമെന്റ് എങ്ങനെയാ, ഫസ്റ്റ് തന്നെ ഒരു മീഡിയേറ്ററെ വെച്ചുകൊണ്ട് ഇപ്പൊ 2 പാർട്ടീസിനെ വെച്ച് അതായത് എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ട വ്യക്തിയും എക്സ്പ്ലോയിറ്റേഷൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി, അല്ലെ, അവർ രണ്ടുപേരെയും ഒരു മീഡിയേറ്ററെ വെച്ചുകൊണ്ട് സെറ്റിൽ ആക്കാൻ വേണ്ടി നോക്കും. നമ്മൾ പഞ്ചായത്തൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ, ഒരു മീഡിയേറ്റർ, ഒരു പാർഷ്യൽ അല്ലാത്ത 2 ആൾക്കാരോടും ഒരു ചായവും ഇല്ലാത്ത ഒരു മീഡിയേറ്ററെ വെച്ചുകൊണ്ട് സെറ്റിൽ ആക്കാൻ വേണ്ടി നോക്കും. ഇത് സെറ്റിൽ ആവുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഒരു റിട്ടൺ കൺസെന്റ് എഴുതി വാങ്ങിക്കൽ, ഒരു തെളിവ് വേണം, ഒരു റിട്ടൺ കൺസെന്റ് എഴുതി വാങ്ങിക്കും. അതിനനുസരിച്ചാണ് പിന്നീട് ആ കേസ് പോകുന്നത്. ഇനി ഇവർ ആ മീഡിയേറ്ററെ വെച്ചുകൊണ്ട് സെറ്റിലാക്കാൻ തയ്യാറല്ല എങ്കിൽ ആ കേസ് മുന്നോട്ട് പോകും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ആ കേസുമായിട്ട് ഡിസ്ട്രിക്ട് കമ്മീഷൻ മുന്നോട്ട് പോകും. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് അല്ലെങ്കിൽ സർവീസസിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും, നമ്മളിപ്പം ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഡിഫക്റ്റീവ് ഉണ്ട്, അപ്പോൾ അതിനെതിരെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗുഡ്സിൻ്റെ സാമ്പിൾ പരിശോധിച്ച് ആ സാമ്പിൾ അനാലിസിസിന് വിട്ടുകൊണ്ടാണ് പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. സർവീസസിൻ്റെ കേസിൽ നമുക്ക് സാമ്പിൾ എടുക്കാൻ പറ്റില്ല, അല്ലേ. അപ്പോൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾക്കൊക്കെ സൊല്യൂഷൻസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്ട്രിക്ട് കമ്മീഷന്റെ ഓർഡറിൽ നമ്മൾ കേസ് കൊടുത്ത വ്യക്തി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നേരെ നമുക്ക് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇവിടെ 10 കോടിയിൽ കൂടാത്ത എല്ലാ കേസുകളും വരുന്ന ഇവിടെയാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കമ്മീഷന്റെ ഓർഡറിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് വരാം. സ്റ്റേറ്റ് കമ്മീഷന്റെ ഓർഡറിലും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നേരെ നാഷണൽ കമ്മീഷനിലേക്ക് പോവാം. സെൻട്രൽ ഗവൺമെന്റ് ആണ് നാഷണൽ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഇവിടെ 10 കോടിയിൽ കൂടിയ എല്ലാ കേസുകളും വരുന്നത് ഇവിടേക്കാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മീഷന്റെ ഓർഡറിൽ തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് നാഷണൽ കമ്മീഷനിലേക്ക് പോവാം. എന്നിട്ടും നാഷണൽ കമ്മീഷന്റെ ഓർഡറിൽ നമ്മൾ തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം, സുപ്രീം കോടതിയിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ഐഡിയ. ഇവിടെ എന്താണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ 4 മാർക്ക് വരെയാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര
മാർക്കിന് ചോദിച്ചാലും 4 മാർക്ക് വരെയാണല്ലോ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. അത്ര എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ അല്ല, എന്നിരുന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എന്തൊക്കെ റിലീഫാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ റിലീഫാണ്? നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, സർവീസസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്താണോ സർവീസ് എടുത്ത് എന്താണോ ഗുഡ്സ് വാങ്ങിയത് ആ ഒരു ഫണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടിയിട്ടുള്ള ലോസ്, നമുക്ക് നേരിടേണ്ടി വന്ന ഇഞ്ചുറിക്ക് അനുസരിച്ചുള്ള കോമ്പൻസേഷൻ നമുക്ക് പേ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടുന്ന ചില സർക്കംസ്റ്റാൻസസിൽ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്ത വ്യക്തിക്ക് പണിഷ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് വരെയുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, നമ്മുടെ ഈ ഒരു ട്രേഡ് പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ, എക്സ്പ്ലോയിറ്റേറ്റീവ് അല്ലെങ്കിൽ അൺസ്ക്രൂപ്ലസ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് മൊത്തമായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ വരും. അതുകൂടാതെ സെയിൽ ചെയ്യുന്ന ഈ അസാഡസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിഡ്രോ ചെയ്യാൻ, മൊത്തമായിട്ട് ഒഴിവാക്കാനും സീസ് ചെയ്യാനും, അതുപോലെ തന്നെ മൊത്തമായിട്ട് മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കാനും ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും സീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ എന്താണ്, കോമ്പൻസേഷൻ കിട്ടും. ഇത്രയാണ് റിലീഫ് കിട്ടുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ NGO, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ സാധ്യമാക്കാൻ, കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ NGOയുടെ റോൾ എന്താണ് എന്നതാണ് നോക്കാനുള്ളത്. അപ്പോൾ NGO എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആണ്. ഇത്തരത്തിലുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ റോൾ എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ, എഡ്യൂക്കേറ്റിംഗ് ദി ജനറൽ പബ്ലിക് അബൌട്ട് കൺസ്യൂമർ റൈറ്റ്സ്. നമ്മളെ ജനങ്ങളെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ അവരുടെ റൈറ്റ്സും എന്താണ് എന്നുള്ളത് അവെയർ ആക്കി കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നത് NGOയുടെ ഒരു റോളാണ്. അതുപോലെ തന്നെ പബ്ലിഷിംഗ് പീരിയോഡിക്കൽ ആൻഡ് അതർ പബ്ലിക്കേഷൻ. എന്തൊക്കെ പബ്ലിക്കേഷൻസ്, എന്തൊക്കെ പീരിയോഡിക്കൽസ് ആയിരിക്കും അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ്, അവർക്ക് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടാൽ എന്തൊക്കെ റിലീഫ് കിട്ടും, അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പീരിയോഡിക്കൽ അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യും. ക്യാരിങ് ഔട്ട് കമ്പാരറ്റീവ് ടെസ്റ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. കൺസ്യൂമേഴ്സിൻ്റെ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ടുള്ള വാസ്റ്റ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആണ് ഇറങ്ങുന്നത്, അതൊക്കെ ടെസ്റ്റ് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എൻകറേജിങ് കൺസ്യൂമേഴ്സ് ടു സ്ട്രോങ്ലി പ്രൊട്ടക്ട് ആൻഡ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് അൺസ്ക്രൂപ്പുലസ്. അതുപോലെ തന്നെ എന്താണ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അതായത് നമുക്ക് ചുറ്റിലും അൺസ്ക്രൂപ്പുലസ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത്, അങ്ങനെ നടന്നത് കണ്ടു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് കേസ് കൊടുക്കാൻ വേണ്ടി അവരെ അവെയർ ആക്കുക, അവരെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ലീഗൽ അസിസ്റ്റൻസ് ടു കൺസ്യൂമേഴ്സിന് ലീഗൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. പല ആൾക്കാർക്കും റൈറ്റ്സിനെ പറ്റി അറിയാത്തവരുണ്ടാവും, എന്താണ് ലീഗലി ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി ലീഗൽ അഡ്വൈസ് ഒക്കെ കൊടുത്ത് ലീഗലി അസിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഫയലിംഗ് കംപ്ലൈൻറ്റ്സ് ഇൻ അപ്രോപ്രിയേറ്റ് കൺസ്യൂമർ കോഡ്സ്. അതായത് കൺസ്യൂമർ കോഡ്സിൽ ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുക, ഫയൽ ചെയ്യുക. ടേക്കിംഗ് ഇനീഷ്യേറ്റീവ് ഇൻ ഫയലിംഗ് കേസസ് ഇൻ കൺസ്യൂമർ കോഡ്സ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മൊത്തം ജനറൽ പബ്ലിക്കിന് അല്ലെങ്കിൽ മൊത്തം കൺസ്യൂമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ കൺസ്യൂമർ കോഡ്സിൽ കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്യുക. ആൻഡ് കൺസ്യൂമർ യൂണിറ്റി ആൻഡ് ട്രസ്റ്റ് സൊസൈറ്റി ജയ്പൂർ ഇത്തരത്തിലുള്ള NGOക്ക് എക്സാമ്പിൾ ആണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനുള്ളത്. ഇത് നമുക്ക് 4 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു 2 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.